الرحيم. السلام ورحمة الله. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് നിർബന്ധമാക്കിയ ദീൻ അഥവാ ദീനുൽ ഇസ്ലാം രണ്ട് ഭാഗങ്ങളാണ്. ഒരു ഭാഗം ഉസൂലുകളാണ്, രണ്ടാമത്തെ ഭാഗം ഫുറൂഉകളാണ്. ഉസൂലുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാക്കർത്ഥം പറഞ്ഞാൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അഥവാ അൽ അഖീദ, ദീനിന്റെ അടിസ്ഥാനം വിശ്വാസപരമായ കാര്യങ്ങളാണ്. ഫുറൂഉകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ അഅമാൽ, അൽ അഖ്ലാഖ്, മുആമലാത്ത്, മുആശറാത്ത് ഒക്കെ പെട്ടു. കർമ്മങ്ങൾ, സ്വഭാവം, കൊടുക്കൽ വാങ്ങലുകൾ, ഇടപാടുകൾ, കച്ചവടം, കുടുംബം, ദാമ്പത്യം, ഇതെല്ലാം ഫുറൂഅത്തുകളാണ്. രണ്ട് ഭാഗമാക്കിയേ ഉള്ളൂ, രണ്ടും ഇസ്ലാമിൽ പ്രധാനപ്പെട്ടതാണ്. പുതിയ കാലത്ത് പഴയ ഉലമാക്കള്, സലഫുകളായ പണ്ഡിതന്മാര് രണ്ടും രണ്ട് പേരിൽ പറയുമെങ്കിലും രണ്ടിന്റെയും പ്രാധാന്യം കുറച്ച് പറയലില്ല. അഖീദക്കും പ്രാധാന്യമുണ്ട്, അതുപോലെ പ്രാധാന്യം ഫുറൂഉകൾക്കും കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ വലിയ പ്രാധാന്യം അഖീദക്ക് കൊടുക്കുകയും ഫുറൂഅത്തുകൾക്ക് അത്ര വലിയ ഒരു പ്രാധാന്യം കൊടുക്കാത്തത് പോലെ ചിലപ്പം അനുഭവപ്പെടുന്നു, തോന്നിപ്പോകും. ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതൊക്കെ ഫർഈയായ വിഷയമല്ലേ, അങ്ങനെ നിസ്സാരവൽക്കരിക്കപ്പെട്ടതൊന്നും ദീനിലില്ല. നിസ്സാരവൽക്കരിക്കപ്പെട്ട ഒന്നും ദീനുൽ ഇസ്ലാമിലില്ല. അള്ളാഹു തശ്രീഅ് ചെയ്ത, അള്ളാഹു ശറഅാക്കിയ ദീനുൽ ഇസ്ലാമിലെ എ ടു സെഡ് എല്ലാം ഗൗരവപ്പെട്ടതാണ്, ഒക്കെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഔ കമാ ഖാല റസൂലുള്ളാഹ് ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നന്മയായ കാര്യങ്ങളിൽ ഒരു വസ്തുവിനെ പോലും നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. അത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സംഗതിയാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില ദുആകളുണ്ട്. നമ്മൾ സാധാരണ ഏതാ പറയാ? ഇനിയിപ്പോ നമുക്ക് കിടക്കേണ്ടി വരും ആ ദുആ വരണമെങ്കിൽ. ബിസ്മിക അല്ലാഹുമ്മ അമൂതു അഹ്യ ഒന്നത് പറയും, അല്ലെങ്കിൽ ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക റഫഅഹു പറയും, ഇല്ലെങ്കിൽ اللهم أسلمت نفسي إليك ووجهت وجهي إليك وفوضت أمري إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجى منك إلا إليك آمنت بكتابك الذي أنزلت. ശരി, ഇത് പറയുകയില്ല. അപ്പൊ നിങ്ങൾ ഇത് ഭയങ്കര ദുആയാണ്, പഠിക്കേണ്ടതാണ്. وبنبيك الذي أرسلت, അതാണ് ദുആ. പഠിക്കണം ഇൻഷാ അല്ലാഹ്. വലിയ വാക്കുകൾ, വളരെ അർത്ഥമുള്ള വാക്കുകളാണ്. അതായത് പക്ക തൗഹീദിലായിട്ട് നമ്മൾ കണ്ണടക്കുന്നു. എഴുന്നേൽക്കുമ്പോഴും അതേ തൗഹീദ് പറയും, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും ഒരു മുവഹ്ഹിദ് തൗഹീദിലായിക്കൊണ്ടാണ്. അവിടെ പറഞ്ഞിട്ട് തന്നെ കിടക്കണം. അപ്പൊ അതിന്റെ ലാസ്റ്റ് വാക്ക് വബിനബിയ്യികല്ലദീ അർസൽത, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു സഹാബിയോട് പറഞ്ഞു, തിരിച്ചു പറ, ഞാൻ കേൾക്കട്ടെ, നീ പഠിച്ചോ നോക്കട്ടെ. അതാണ് റസൂലുള്ളാഹിന്റെ സ്റ്റൈല്. ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ, അധ്യാപകനാണ്. അപ്പൊ കുട്ടികളോട് അങ്ങോട്ട് ചോദിക്കും, ഉത്തരം പറയിപ്പിക്കും. സഹാബി ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅ്തു ളഹ്രി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക
ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിറസൂലികല്ലദീ അർസൽത. എവിടെ തെറ്റിയത്? നബിക്ക് പകരം റസൂലാക്കി. എന്തുകൊണ്ടായിരിക്കും സഹാബിയാക്കിയിട്ടുണ്ടാവുക? നബിയേക്കാൾ ഖാസാണ് റസൂല്, നബിന്റെ മോളാണ് റസൂല്. അതുകൊണ്ട് നമ്മുടെ റസൂലല്ലേ, അതുകൊണ്ട് ആ ഖാസായ പേരഞ്ഞിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ആക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു, പറയരുത്, ഞാൻ എന്ത് നിനക്ക് പഠിപ്പിച്ചുവോ അതേ പറയാവൂ. അവിടെ റസൂൽ എന്നെ കേട്ടിട്ട് പറഞ്ഞൊക്കെ മനസ്സിലായി, പക്ഷെ അത് വേണ്ട, വബിനബിയികല്ലദീ അർസൽത, അതേ പറയാവൂ. നമ്മളെന്താ പറയാ, ഫുറൂഇയാത്തല്ലേ, റസൂലിനേക്കാൾ നബിയിലേക്കാളും കുറച്ചും കൂടി ഖുവത്തുള്ള വാക്കല്ലേ റസൂല്, അതുകൊണ്ട് അതാണ് അഫ്ദല് എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ഫത്വ കൊടുക്കും. ഇല്ല, ദീനിന്റെ മുഴുവൻ കാര്യങ്ങളും ഗൗരവപ്പെട്ടതാണ്. അതിൽ പ്രത്യേകിച്ചും അൽ അഖീദ, വിശ്വാസപരമായ കാര്യങ്ങൾ. വിശ്വാസപരമായ കാര്യത്തിന് ആദ്യത്തെ ചർച്ച തന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം അത് കഴിഞ്ഞിട്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലായികത്തിനെയും കുതുബും മുർസലീങ്ങളും യൗമുൽ ഖിയാമയും ഖൈറു വശറും ഇതെല്ലാം വേണ്ടി പറഞ്ഞത്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി, ആദ്യം അല്ലാഹു വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ. അവസാനാണ് യൗമുൽ ആഖിർ വരുന്നത്. ആദ്യം അല്ലാഹു തന്നെ. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടതും വളരെ വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കി പ്രാവർത്തികമാക്കേണ്ടതുമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുമായി നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഷഹാദത്ത് അർക്കാനുൽ ഇസ്ലാമിലെ ഒന്നാമത്തെ വിഷയമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ആ ഷഹാദത്ത് പൂർത്തിയാവാൻ 7ഓളം ഷർത്തുകൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്ന്. നിബന്ധനകൾ പാലിക്കാതെയുള്ള അമൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വഹീഹാവുകയില്ല. സ്വഹീഹല്ലാത്ത ഒരു അമലിന് അള്ളാഹു എന്ത് ചെയ്യൂല? കബൂൽ ചെയ്യൂല, സ്വീകരിക്കൂല. അപ്പൊ ആദ്യം അമലിന്റെ സിഹത്താണ്, അതിനുശേഷമാണ് അമലിന്റെ കബൂലിയത്ത്. ഒരാൾ അമലിനെ സ്വഹീഹാക്കുന്നില്ല, വുദൂ ഇല്ലാണ്ട് ഒരുത്തൻ നിസ്കരിച്ചു, എന്നിട്ട് ദുആ ചെയ്തു റബ്ബനാ തഖബ്ബൽ മിന്നാ, സ്വീകരിക്കൂല. സ്വീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ദുആ ചെയ്യണമെങ്കിൽ ആദ്യം അമലിന്റെ സിഹത്തിനെ ശ്രദ്ധിക്കണം, സ്വഹീഹാക്കാൻ ശ്രദ്ധിക്കണം. സ്വഹീഹാവുന്നത് എപ്പോഴാണ്? ശുറൂത്തുകളും അർക്കാനുകളും പാലിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ. അങ്ങനെ ചെയ്തിട്ട് പറയണം റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ സ്വീകരിക്കണമേ. അപ്പോഴാണ് ഖബൂലാക്കണോ വേണ്ടേ എന്ന് അല്ലാഹു തീരുമാനിക്കാം. അപ്പൊ ഷഹാദത്ത് സ്വഹീഹാവാനുള്ള നിബന്ധനകൾ 7. ഒന്ന് അൽ ഇൽമു, ഖുർആൻ പഠിക്കണം, എഴുതി വെച്ച് പഠിക്കണം, മക്കൾക്കത് പഠിപ്പിച്ചു കൊടുക്കണം. വളർന്നു വരുന്ന തലമുറ ശുറൂത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്തവരാവരുത്. ഏത് ഖുറാഫികളും ഖുബൂലുകളും വന്ന് ചോദിച്ചാലും അവരുടെ മുമ്പിൽ ധൈര്യത്തോടെ ഇതാണ് ശുറൂത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് സാധിക്കണം. അതിന്റെ ദലീൽ അടക്കം പഠിച്ചു വെക്കണം. ഒന്ന് അൽ ഇൽമു അൽ മുനാഫി ലിൽ ജഹ്ലി, എഴുതണമെന്നില്ല. അൽ ഇൽമു എന്തിനു വാക്കർത്ഥം? അറിവ്. ഇൽമെന്ന് പറഞ്ഞാൽ അറിവ്. അൽ മുനാഫി ലിൽ ജഹൽ, ജഹലിന്റെ വിപരീതമായിട്ടുള്ള ഇൽമ്. ജഹൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, അജ്ഞതയല്ല, അറിവില്ലായ്മയല്ല. നമ്മൾ പൊതുവെ മലയാളത്തിൽ ജാഹിൽ അല്ലെങ്കിൽ ജഹിൽ എന്ന വാക്കിനൊക്കെ വിവരം കെട്ടവൻ, വിവരമില്ലാത്തവൻ, അജ്ഞൻ, അറിവില്ലാത്തവൻ എന്നർത്ഥം വെച്ച് അങ്ങനെ ശീലിച്ചു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ജഹൽ എന്ന് പറഞ്ഞത് ഒരു ഇൽമാണ്. അതായത് ഏത് സ്രോതസ്സിൽ നിന്ന് എന്താണോ അറിയേണ്ടത് അതിന് പകരം ആ സ്രോതസ്സല്ലാത്തതിൽ നിന്നും മറ്റെന്തോ ഒന്ന് അറിഞ്ഞു വെക്കുന്നതിന് പറയുന്ന പേരാണ് ജഹൽ. അപ്പൊ അതൊരു ഇൽമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? ശൈഖുൽ ഇസ്ലാം പറഞ്ഞ മനസ്സിലായോ? ഏത് സ്രോതസ്സിൽ നിന്നാണോ അറിയേണ്ടത്, ഏതാ സ്രോതസ്? ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്. അതിൽ നിന്നല്ലാതെ മറ്റെവിടുന്നോ കണ്ടോ കേട്ടോ വായിച്ചോ ഒരു കാര്യത്തെ അറിയേണ്ടതല്ലാത്തതിനെ അറിഞ്ഞു വെക്കുക, അതിന്റെ പേരാണ് ജഹൽ. ജസ്റ്റ് കോഴിക്കോട്ടുകാർക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ജാഫർ ഖാൻ കോളേജിൽ പോവുക, അവിടെ എന്തുണ്ട്? സയൻസ് പാർക്ക്.
എന്താ പറയാ? പ്ലാനറ്റോറിയം. പ്ലാനറ്റോറിയത്തിൽ കയറി പോകുമ്പോൾ തന്നെ 3-4 കോലങ്ങൾ കാണാം. ഒരു കുരങ്ങൻ, പിന്നെ കുറച്ച് മാറ്റം വന്ന കുരങ്ങൻ, പിന്നെ കുറച്ചുകൂടി മാറിയ കുരങ്ങൻ, പിന്നെ ഒരു മനുഷ്യൻ. ഇല്ല, ഇപ്പൊ ഇല്ലേ? ഉണ്ട്. ഞാൻ 1 മാസം മുമ്പ് പോയപ്പോ കണ്ടില്ല. ഇത് കാണിച്ചു കൊടുത്തിട്ട് കേരളത്തിന്റെ മുക്കുന്നുമൂലയിൽ നിന്നും വരുന്ന സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് അവരുടെ മാഷന്മാരും ടീച്ചർമാരും എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുക? ഈ ഒന്നുമില്ല, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. കുരങ്ങനാണ്, ഇതാണ് നമ്മളെ ഉപ്പാപ്പ, ഇതാണ് നമ്മളെ ഉമ്മ, ഇതല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അത് ഇൽമോ ജഹലോ, പക്ഷെ അറിവായിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവിടെ ശൈഖുൽ ഇസ്ലാം അങ്ങനെ പറഞ്ഞ് എന്താണോ അറിയേണ്ടത് അതിന് പകരം വിപരീതം അറിഞ്ഞ് അതറിവാണെന്ന് തെറ്റിദ്ധരിച്ച് വെക്കുക. ഒരു പറയുന്ന പേരാണ് ജാഹിൽ. അതിന്റെ ഉപ്പ എപ്പോഴും പറയുന്നത് ജഹിൽ എന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവില്ലാത്തവന്നല്ല ജാഹിൽ അർത്ഥം. അതിന്റെ ഉപ്പ എപ്പോഴും പറയും, ഒരാള് സ്കൂളിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു, കൈഫ ഖുലിഖൽ ഇൻസാൻ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെ? അപ്പൊ SSLCക്ക് ട്യൂഷനും ട്യൂഷന്റെ മുകളിൽ ട്യൂഷനും ഒക്കെ കൊടുത്ത് അങ്ങനെ പഴുപ്പിച്ചെടുത്തൊരു വിദ്യാർത്ഥി എഴുതി ബിഗ് ബാങ് തിയറി. വളരെ വിശദമായിട്ട് എഴുതി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൊട്ടിത്തെറിയുണ്ടായി, പിന്നെ കുമിളകൾ ഉണ്ടായി, പിന്നെ അങ്ങോട്ട് കുറെ കഴിഞ്ഞപ്പോൾ ജീവന്റെ തുടിപ്പുണ്ടായി, പിന്നെ ദിനോസറുകളും ചിമ്പാൻസികളും ഉണ്ടായി, പിന്നെ പരിണാമം പ്രാപിച്ച് നമ്മളാകുന്ന മനുഷ്യരുണ്ടായി. എത്ര മാർക്ക് കിട്ടും? സ്കൂളിൽ എത്ര മാർക്ക് കിട്ടും? ഫുൾ മാർക്ക്. സത്യത്തിനാണോ മാർക്ക്, അല്ല തെറ്റിനാണോ മാർക്ക്? പിന്നെ എന്തിനും പൈസ കൊടുത്തിട്ട് പഠിപ്പിക്കുന്നത്? അതേ സമയത്ത് സലഫി മദ്രസയിലേക്ക് വന്ന് ഖുർആനും ഹദീസൊക്കെ മനസ്സിലാക്കി ഒരു ചെക്കൻ എഴുതി, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്, ഇല്ലെങ്കിൽ മിൻ സൽസാലിൻ കൽ ഫഖാർ, ഇല്ലെങ്കിൽ ഖലഖന നുത്ഫത അലഖ فخلقنا العلقة مضغة وخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر. ഒരിത്ര മാർക്ക് കിട്ടും? മാർക്ക് കിട്ടൂലാന്ന് മാത്രമല്ല പന്നിമാരെ പിടിപ്പിക്കും. പറയും സംതിങ് റോങ്, മോനെന്തോ പറ്റിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കാണിക്കേണ്ടടുത്ത് കാണിച്ചോളി. ഇതെല്ലോ എഴുതി വെക്കുന്നുണ്ട് പേപ്പറിൽ. പക്ഷെ ശരിക്കും ഒരു എഴുതിയ എന്താ? ഇൽമാണ്. അതാണ് സ്രോതസ്സിൽ നിന്ന് അറിയുന്നതും അതല്ലാത്തതിൽ നിന്ന് അറിഞ്ഞു വെച്ച് തെറ്റിദ്ധരിച്ചു വെക്കുന്ന അറിവും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സമയം ചെലവഴിച്ച് പൈസയും മുടക്കിയിട്ട് പഠിപ്പിക്കുന്നത് എന്താ? ജഹലാണ്. ഇൽമാണെങ്കിലോ അത് ഇപ്പുറത്ത് വേറെ കുഴപ്പമുണ്ട്. അതാണ് അൽ മുനാഫി ലിൽ ജഹിൽ. എന്താണോ അറിയാൻ പാടില്ലാത്തത്, തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യം എന്താണോ അതിനെതിരായിട്ടുള്ള യഥാർത്ഥ അറിവ്, അതാണ് അൽ ഇൽം കൊണ്ടുള്ള ഉദ്ദേശം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞു, ഇൽമ് 2 തരമുണ്ട്. ദുനിയാവിന്റെ ഇൽമുണ്ട്, ആഖിറത്തിന്റെ ഇൽമുണ്ട്. ഇവ രണ്ടും നമുക്ക് കരസ്ഥമാക്കാം. യാതൊരു തർക്കവും അതിലില്ല, ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ മുൻഗണന ഉഖ്റവിയായ ഇൽമിന് കൊടുത്തിട്ടില്ലെങ്കിൽ കൽബ് മരിക്കും. കൽബ് മരിച്ചവൻ ശവത്തിന് തുല്യമാണ്. ഇന്ന് ഏറ്റവും അധികം വൃദ്ധജനങ്ങളുള്ളത് എവിടെ? മലപ്പുറത്തുണ്ടാവില്ല, പക്ഷെ കേരളത്തിലുണ്ട് അല്ലേ? അവിടെ കൊണ്ട് ആക്കുന്ന, നിങ്ങൾ യൂട്യൂബിലൊക്കെ ചില വ്ളോഗർമാർക്ക് ഇപ്പം വ്ളോഗ് ചെയ്യുന്നുണ്ട്. അവിടെ താമസിക്കുന്ന ഉമ്മമാര് മുസ്ലിമീങ്ങളുണ്ട്, അല്ലാത്തവരുണ്ടായിക്കോട്ടെ, മുസ്ലിമീങ്ങൾ വളരെ കുറവാണ്. അൽഹംദുലില്ലാഹ്, അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകതയും. എന്നാലും അവിടെയുള്ള മാതാപിതാക്കളുടെ മക്കൾ ഒന്നും പഠിക്കാത്ത മനുഷ്യന്മാരൊന്നല്ല. പഠിപ്പ് കൂടിയിട്ട് അവർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാണ്ട് പുറത്തേക്ക് പോയ ആൾക്കാരാണ്. പഠിപ്പിന്റെ പേരിൽ പലരും നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് ഒക്കെ പഠിച്ചോളി, പക്ഷെ മുമ്പിൽ എന്ത് വേണം? ഒബിൽ വാലിദൈനി ഇഹ്സാന, പഠിച്ചിരിക്കണം. അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട അല്ലാമ മുഹമ്മദ് ബിൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഇൽമ് 3 തരത്തിലാണ്. അദ്ദേഹം ഇതിന്റെ ശറഹ് പറയുമ്പോൾ പറഞ്ഞതാണ്, ഇൽമ് 3 തരത്തിലാണ്. ഒന്ന് മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, 2 മഅരിഫത്തുൽ അബ്ദി നബിയഹു, 3 മഅരിഫത്തുൽ അബ്ദി ദീനഹു അൽ ഇസ്ലാം ബിൽ അദില്ല. ഇതാണ് അറിവിന്റെ 3 ഭാഗങ്ങൾ. ഇൽമ് ഷർത്താണ്. എങ്കിൽ എന്താ അറിയേണ്ടത്? അറിയേണ്ടതിൽ ഒന്ന് മഅരിഫത്തുൽ അബ്ദി, അടിമ അറിയലാണ്, റബ്ബഹു, അവന്റെ റബ്ബിനെ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഇൽമ്. അതാണ് ദുനിയാവിലെ ഏറ്റവും ഉന്നതമായ ഇൽമ്.
ഖാലിഖായ റബ്ബിനെ കുറിച്ചുള്ള ബോധമുണ്ടാകുന്ന തരത്തിലുള്ള അറിവ്. എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും കണ്ടു കേട്ടിട്ടല്ല, അള്ളാഹു ആര് എന്ത്. അതുകൊണ്ടാണ് ആ ഇൽമ് അല്ലെങ്കിൽ റബ്ബിനെ കുറിച്ച് മഅരിഫത്ത് ഇല്ലാത്തവൻ ഒരിക്കലും മുവഹിദാവില്ല. റബ്ബിനെ കുറിച്ച് മഅരിഫത്ത് ഇല്ലാത്തവന് മുവഹിദാകാൻ സാധ്യമേ അല്ല. സൂറ ഹജ്ജിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസു ദുരിബ മസലുൻ ഫസ്തമിഊ ലഹു ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബ വലൗ ഇജ്തമഊ ലഹു. വല്ല കേട്ട് പഠിച്ച ആയത്താണ്. വഇൻ യസ്ലബുഹുമു ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻ ضعف الطالب والمطلوب. പിന്നെ മാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. എന്തുകൊണ്ടാണ് ഇവൻ ഒരു ഈച്ചയെപ്പോലും പണക്കാത്തവരോട് പോയിട്ട് ചോദിച്ചത്? മാ ഖദറുല്ലാഹ്, അവർ അള്ളാഹുവിനെ വില കൽപ്പിച്ചില്ല. എന്തുകൊണ്ട് അള്ളാഹു വില കൽപ്പിച്ചില്ല? അള്ളാഹുവിന്റെ മഅരിഫത്ത് അവനില്ലാതെ പോയി. ആരാണ് അള്ളാഹു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവില്ല. എങ്കിൽ ഇന്ന് മുസ്ലിം നാമധാരികളായ, മുസ്ലിമികളായ നമ്മൾ പറയൂല, മുസ്ലിം നാമധാരികളായ നമ്മുടെ കൂട്ടത്തിലുള്ള 99 പേർക്കും മഅരിഫത്തു റബ്ബ് ഇല്ല തന്നെ. അള്ളാഹു ആരാന്നറിയില്ല. അവർക്ക് അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊണ്ട് കൊടുക്കേണ്ടവര് പോലും 4 മണിക്കൂർ അവരെ മുന്നിൽ കിട്ടിയാലും 3.25 മണിക്കൂറും പറയുന്നത് മഖ്ലൂഖാത്തിന്റെ ഫളായിലാണ്, അല്ലെങ്കിൽ മനുഷ്യരുടെ ഫളായിലുകളാണ്. അതുകൊണ്ട് അവർക്കറിയുന്നതും അവരുടെ ഫളായിൽ മാത്രമാണ്. അല്ലാഹു എന്ന ഇസ്മിന്റെ അർത്ഥം അവരറിയുന്നില്ല, അവർക്ക് തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലാഹുവിനേക്കാൾ കൂടുതൽ ഖൗഫ് ആരെയാ? മയ്യത്തുകളെ, മരിച്ചവരെയാണ്. ഒരിക്കൽ നിസാമുദ്ദീൻ നമ്മുടെ തബ്ലീഗിലുള്ള സമയം, അപ്പൊ തബ്ലീഗിന്റെ മർക്കസാണ് ഇവിടെ നിസാമുദ്ദീൻ, ഡൽഹിയിൽ അല്ലേ? അപ്പൊ അതെല്ലാം പോയിട്ടൊന്ന് കാണുന്നുള്ളതാണ് ജഹാലത്ത് മനസ്സിലാക്കാൻ. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറിയാൽ തിരിയുള്ളൂ. അത്ര ജാഹിലീങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തൊരു ജാഹിൽ നമ്മൾ കേരളത്തിൽ വേറെ പറയാനില്ല. അമ്മാതിരി ജാഹിലാണ് അവിടെ ഉള്ളത്. പക്ഷെ ഇപ്പം മാറാൻ തുടങ്ങിയപ്പോ തബ്ലീഗ് 2ആയി. ആദ്യം നമ്മളെ പറ്റി പറഞ്ഞു, നിങ്ങൾ 8 പൊട്ടി, സെൽഫികൾ അങ്ങനെ, മുജാഹിദ് അങ്ങനെ ഇങ്ങനെ. ഇപ്പോ അവരെ അടിയായി. ഭോപ്പാലിലൊക്കെ കൊലപാതകം വരെ നടന്നു എന്നാ കേൾവി. അല്ലാഹു ആലം. 2 ടീമായി അവര്. അങ്ങനെ പറയുള്ളൂ. ഇപ്പൊ നമ്മള് 8ആയി 10ആയി എന്ന് പറയുമ്പോഴും നമ്മളെ കുഴപ്പം. അവര് 2ആയപ്പോ എന്താ പ്രശ്നം എന്നറിയോ? ഏതോ ജൂതന്റെ കിടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ 2ആയത്. നിങ്ങളോ മുജാഹിദീങ്ങളോ അത് അവരെ കുരുത്തക്കൾ കൊണ്ട് 8ആയത്. അപ്പൊ നമ്മൾ അവിടുത്തെ ദർഗ കാണാൻ വേണ്ടി പോകും. പൂജിക്കാനൊന്നും അല്ല, ജസ്റ്റ് അവിടുത്തെ അവസ്ഥകൾ കാണാൻ. ഇപ്പൊ നല്ല തണുപ്പുള്ള സമയത്ത് നമ്മൾ ജാക്കറ്റ് ഇട്ടിട്ട് കൈ ഇങ്ങനെ ഇടുമല്ലോ എന്റെ കീശയിൽ. ഇങ്ങനെ നിൽക്കുമ്പം ഈ ദർഗ പൂജകരായ ആൾക്കാർ പറയും, ഭൈസാബ് അദബ് സെ ഖഡ ഹോ ജാओ. അതവോടെ നിൽക്കുക എന്ന് വെച്ചാൽ കൈ ഊരിയിട്ട് ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുക. ആരുടെ മുന്നിൽ? ഈ മയ്യത്തിന്റെ മുന്നിൽ. ആ ഒരു ബോധം അവർക്ക് അള്ളാഹിന്റെ മുമ്പിൽ കൈകിട്ട് നിൽക്കുമ്പം വരൂല. കാരണം അവര് കേട്ട് പരിചയപ്പെട്ടത് ഇക്കിടക്കുന്ന ആൾ ഇന്നതാണ് എന്നാണ്. മുകളിലുള്ളവരെ പറ്റി അവർ കേട്ടിട്ടുമില്ല, അവർക്കൊട്ട് അറിയില്ല. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം പറഞ്ഞത്, ഒന്നാമത്തെ ഇൽമ് മഅരിഫത്തുൽ അബ്ദി റബ്ബഹു. അള്ളാഹുവിന്റെ വുജൂദിയത്ത് അറിയണം, അതിന്റെ ദലീൽ അറിയണം. അള്ളാഹു ഉള്ളവരാണ്, പണ്ടേ ഉള്ളവരാണ്, ഒരിക്കലും നശിക്കാത്തവരാണ്. അവന്റെ സിഫാത്തുകൾ ഇന്നതാണ്, അസ്മാകൾ ഇന്നതാണ്, അവന്റെ ഖുദ്റത്ത് ഇന്നതാണ്. ഇതാണ് അള്ളാഹു ഖുർആനിലെ 114 സൂറയിലും വിശദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാകെ കൂടി ചുരുക്കി പറഞ്ഞാൽ ആയത്തുൽ കുർസി ഓതി പഠിച്ചാൽ മതി, അള്ളാഹു മനസ്സിലാവും. ആയത്തുൽ കുർസി ഉലമാക്കൾ വെച്ച പേരെന്താ അറിയോ? ബറാഹീനുത് തൗഹീദ്. ബറാഹീനുത് തൗഹീദ്. അല്ലാഹു വഹ്ദാനാണ്, അല്ലാഹു ഏകനാണ്. എന്തുകൊണ്ട്? അതാണ് ആയത്തുൽ കുർസിയിലുള്ളത്. എന്തുകൊണ്ട് അല്ലാഹു ഏകൻ? അതതിന്റെ കാരണങ്ങളൊക്കെ ആയത്തുൽ കുർസിയിലുണ്ട്. അത് ഓതി പഠിച്ചാൽ മതി, അപ്പൊ അല്ലാഹു മനസ്സിലാവും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് എത്ര വർഷം? നബവി ജീവിതം എത്ര വർഷം? നുബുവത്തിന് ശേഷം 13 കൊല്ലം ഒരു വിഷയവും ചർച്ചയില്ല. ആകെ ചർച്ച അല്ലാഹ്, വേറൊന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് സഹാബത്തിന്റെ മനസ്സിൽ പിന്നെ അല്ലാഹു തന്നെ ഒരാളുമില്ല. ഖതാദ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിന്റെ തലേന്ന് രാത്രിയിൽ അങ്ങനെ പറഞ്ഞ അതിനെ കൊണ്ടാണ് അത്ര ഉറപ്പായി ഖൽബിന്, യാ റസൂലല്ലാഹ്
ബനു ഇസ്രായേൽ മൂസയോട് പറഞ്ഞ പോലെ നമ്മൾ പറയില്ല ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹുനാ ഖാഇദൂൻ, നമ്മളിവിടെ ഇരിക്കാം, നിങ്ങൾ യുദ്ധം ചെയ്തിട്ട് വാ പറയില്ല. മറിച്ച് എന്തേ പറയൂ? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നനാ മഅകുമാ മുഖാതിലൂൻ, നിങ്ങൾ പോയിക്കോളി, നമ്മളും കൂടെ തന്നെ ഉണ്ട് യുദ്ധത്തിന്. കൈമൽ എന്തുണ്ട്? ഒന്നുമില്ല, അള്ളാഹു മാത്രമുണ്ട്. 13 കൊല്ലം അവര് അള്ളാഹുവിനെ അറിഞ്ഞു. അതാണ് മഅരിഫത്തുൽ അബ്ദി റബ്ബ. അപ്പൊ ആ ഒരു മഅരിഫത്ത് അടിമക്ക് കിട്ടിയാൽ ഓൻ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പവർഫുൾ ആയിരിക്കും. ബിലാലൊക്കെ പറഞ്ഞ പോലെ റളിയല്ലാഹു അൻഹു, മുസ്അബ് ഇബ്നു ഉമൈർ ഒക്കെ പറഞ്ഞ പോലെ, അവരെ ഖബ്ബാബ് ഇബ്നുൽ അറത്തൊക്കെ സഹിച്ച പോലെ. എന്തുകൊണ്ടായിരിക്കും നമുക്ക് സഹിക്കാൻ പറ്റാത്തത്? ഇന്നലെ ഒരു കല്യാണം നടന്നു. ആര് എന്തെന്ന് ഞാൻ പറയില്ല, കോഴിക്കോടും അല്ല, കണ്ണൂരാണ്. ആള് മുജാഹിദാണ്. നമ്മുടെ കല്യാണത്തിന് വിളിച്ചു, ഒരു ടീം പോയി. ആ ടീം അവിടുത്തെ വീട്ടിലെ കാഴ്ചകൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്തു, വാട്സപ്പിൽ അയച്ചു തന്നു. നോക്കുമ്പോക്ക് ഉമ്മറത്ത് മറ്റേ മുട്ട്, ചെലങ്ക മുട്ടുന്ന്, പാട്ട് പാടുന്ന്, സപ്ലൈ ചെയ്യുന്ന ഫുള്ള് പൊമ്പിള്ളറ്. വീടാരല്ല, ആൾക്കാരെ നോട്ടത്തിൽ ആര് വീടാ? മുജാഹിദിന്റെ പോലെ. അപ്പൊ രണ്ടാമത് പോയിക്കൊണ്ടിരിക്കുന്ന ടീം എന്താക്കിയെന്ന് ഒരു 10 കിലോമീറ്റർ എത്താനുള്ളൂ. അവർ നേരെ കൊണ്ട് യൂട്ടേണാക്കി നേരെ കാലങ്ങാട് നമ്മുടെ കേരളത്തിന്റെ ജില്ലാ സമ്മേളനം നടക്കുന്നില്ല കാസർഗോഡിന്റെ, അങ്ങോട്ട് വന്നു. അവിടെ പരിപാടിയും പങ്കെടുത്തിട്ട് രാത്രി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചുപോയി മടിക്കേരിക്കാർ. ഇവര് ഇങ്ങനെ കല്യാണം നടത്തിയത് എന്തുകൊണ്ടായിരിക്കും? അറിയാത്തോണ്ടാ? അല്ല. പിന്നെന്തായിരിക്കും സംഭവം? ബന്ധുക്കള്, ചെക്കന്റെ വീട്ടുകാര്, പെണ്ണിന്റെ വീട്ടുകാര്, അയൽവാസികള്, നാട്ടിലെ ആ പ്രമാണിത്വം, ഇതൊക്കെ ഉണ്ടെങ്കിലല്ല ഇപ്പൊ എന്താവൂ, ഒരു കല്യാണമാവൂ. ഇത് വന്നത് അല്ലാഹ് എന്നയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആ റബ്ബിനപ്പുറത്ത് മറ്റു പലതും കണ്ടത് കൊണ്ടാണ്. പക്ഷെ സഹാബത്ത് അതിന്റെ അപ്പുറത്തൊന്നും കണ്ടിട്ട, അള്ളാന്റെ അപ്പുറത്തൊന്നുമില്ല അവർക്ക്. അങ്ങനെയുള്ള മഅരിഫത്ത് ഖൽബിൽ ഉണ്ടാവണം. അള്ളാഹിനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കണം, അള്ളാഹിനെ പറ്റി കേട്ടുകൊണ്ടേയിരിക്കണം. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ തക്ബീർ ചെയ്യണം, നിന്റെ റബ്ബിന്റെ വലുപ്പം പറയണം. അത് ഇതിന്റെ ഉള്ളിൽ അങ്ങ് കയറണം. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹം ഖലീഫയായപ്പം വിളിച്ചു, സദസ്സിലേക്ക് വിളിച്ചു, പള്ളിയിൽ നിന്ന് പറഞ്ഞു, ഖബ്ബാബ്, നമ്മളെ പഴയ കാലത്തുള്ള യാതനകളും കഷ്ടപ്പാടുകളും ഓർക്കാൻ നീ എന്തെങ്കിലും ഒരു കഥ പറ, അള്ളാഹു ചെയ്ത നിഅമത്ത് നമുക്കൊന്ന് അയവിറക്കാൻ. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ദേഹത്തിൽ നിന്ന് കുപ്പായം മാറ്റിക്കൊടുത്തു. നോക്കുമ്പോ വലിയ വലിയ തൊടകള് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, യാ ഖബ്ബാബ്, എന്താ സംഭവം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മഖ്സൂമിയ ഗോത്രക്കാരിയായ എന്റെ യജമാനത്തി എന്റെ ഇസ്ലാമിനെ പറ്റി അറിഞ്ഞു. അന്ന് രഹസ്യമാക്കുന്ന കാലാണ് തൗഹീദ്. ഇവരറിഞ്ഞു അദ്ദേഹം ഖബ്ബാബ് കൊല്ലനാണ്. അദ്ദേഹം അന്ന് നമ്മുടെ മക്കത്തെ ഏറ്റവും നല്ല ആയുധം ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഉണ്ടാക്കിയ വാടുകള് യജമാനത്തി വലിയ പൈസക്ക് മാർക്കറ്റുകളിൽ വിറ്റോണ്ടിരിക്കുന്ന കാലാണ്. അദ്ദേഹത്തിന്റെ ആലയിൽ കുറെ ഇരുമ്പുണ്ട്, വാളുണ്ടാക്കാനുള്ള സാധനങ്ങൾ. യജമാനത്തി എന്താ ചെയ്തെന്നറിയോ? അതിനെ കൊണ്ടൊരു പടച്ചട്ട ഉണ്ടാക്കി ഇരുമ്പ് കൊണ്ട്. എന്നിട്ട് അത് പഴുപ്പിച്ചിട്ട് ഖബ്ബാബിനെ അണിയിച്ചു. പറഞ്ഞു, ഖബ്ബാബേ, നീ ഇതിൽ നിന്ന് മാറണം, അല്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂല. മെഴുകുതിരി കത്തിച്ചിട്ട് കൈമ വെച്ച് എന്നല്ല പറഞ്ഞ്, ഇരുമ്പിന്റെ പടച്ചട്ട ചൂടാക്കിയിട്ട് ധരിപ്പിച്ചു. ശരീരം ഇങ്ങനെ ഉരുകിയിട്ടൊലിക്കാൻ തുടങ്ങി. ഖബ്ബാബിന്റെ ആലയിലുള്ള ഈ ഇരുമ്പ് പഴുപ്പിച്ചിട്ട് മുതുകത്തു കുത്തുമ്പോ ഇറച്ചി കരിഞ്ഞിട്ട് തോട്ടയാവും. ഖബ്ബാബ് പറയാൻ, എന്നെ ഈ പടച്ചട്ടയും ധരിപ്പിച്ച് ഒരു വലിയ ചെമ്പിന്റെ തകിടെടുത്തിട്ട് ചൂടാക്കി അതിന്റെ മുകളിൽ എന്നെ കിടത്തി. എന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ചലവും രക്തവും ഏറ്റിട്ട് അതിന്റെ ചൂടിങ്ങനെ കുറഞ്ഞു വന്നു. ആ അടയാളമാണ് നിങ്ങൾ ഈ കാണുന്നത്. സഹാബാക്കളൊക്കെ കരഞ്ഞുപോയി കണ്ടിട്ട്. ഇത്രയും ഖബ്ബാബ് എന്തിനായിരിക്കും സഹിച്ചിട്ടുണ്ടാവുക? നമുക്കൊരു മംഗളത്തിന് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഹയാത്താക്കാൻ പറ്റുന്നില്ല. നമുക്ക് നമ്മുടെ വർത്തമാനത്തിന് മനഹജ് അനുസരിക്കാൻ പറ്റുന്നില്ല. എന്തായിരിക്കും ഖബ്ബാബ് ഇബ്നുൽ അറത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ പറയുക? നമ്മൾ എന്തായിരിക്കും പറയുക? 13 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്ന് അള്ളാഹുവിനെ കേട്ട് പഠിച്ച അവരുടെ ഖൽബില് ആരാണ് അള്ളാഹു എന്നുള്ളത് കിട്ടി. അള്ളാഹു എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. മഅരിഫത്തുൽ അബ്ദി റബ്ബ. അത് വന്നാൽ ഒരു ഗുണം എന്താ അറിയോ? അള്ളാഹിന്റെ അംറാണോ അങ്ങോട്ടുള്ള ഇങ്ങോട്ടുള്ള അത് ചെയ്യൽ തന്നെ. അതായിരിക്കും അടിമന്റെ സ്വഭാവം. അള്ളാഹിന്റെ നഹിയാണോ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാണോ, അങ്ങോട്ട് നോക്കുന്ന പരിപാടിയില്ല. മഅരിഫത്തുൽ അബ്ദി റബ്ബ. ഇതാണ് ഒന്നാമത്തെ ഇൽമ്.
രണ്ട്, മഅരിഫത്തുൽ അബ്ദി നബിയഹു, അടിമ അവന് വേണ്ടി അള്ളാഹു നിയോഗിച്ച മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയലാണ്. അറിവെന്ന് പറഞ്ഞാൽ നമ്മുടെ നബി അവർ ആരാണ്? മദ്രസയിൽ പാടിയിട്ട നബിദിനത്തിന് മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹ്, നബിയുടെ ഉപ്പ അബ്ദുള്ള, ഉമ്മ ആമി നബിയാണ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്, നമ്മുടെ ഇൽമും മരണപ്പെട്ടു. അത്രയേ ഉള്ളൂ. 4 വരിയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒതുങ്ങി. എത്ര കിതാബുള്ളത് അറിയോ? സീറയുടെ എത്ര കിതാബുകളുണ്ടെന്ന്. എന്തിനായിരിക്കും ആ കിതാബുകളൊക്കെ? അന്ന് സലഫ് സ്വാലിഹികൾ കരണ്ടുള്ളവര് പിന്നെ ട്യൂബ് കത്തിച്ച് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടാക്കിയെടുത്ത സാധനമല്ലല്ലോ. എണ്ണവിളക്കിന്റെ മുമ്പിൽ രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് പേപ്പറുകളിൽ അല്ലെങ്കിൽ തോലുകളിൽ പലകകളിൽ അവർ മഷി മുക്കി കൈകൊണ്ട് എഴുതിയ സീറയുടെ 100 കണക്കിന് കിതാബുകൾ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താരീഖ് എത്ര ആൾക്കാർ വായിച്ചിട്ടുണ്ട്? അർ-റഹീഖുൽ മഖ്തൂം മലയാള പരിഭാഷ കിട്ടാനുണ്ട്. ഫൈസൽ അവാർഡ് കിട്ടിയ ഇന്ത്യക്കാരനായ ഒരാൾ എഴുതിയ കിതാബാണ്. ഇന്ത്യക്കാരൻ ഫൈസൽ 2 കോടി രൂപന്റെ അവാർഡ് കിട്ടിയത് അർ-റഹീഖുൽ മഖ്തൂം. ഇന്നും വാങ്ങാൻ കിട്ടും, കോഴിക്കോട് കിട്ടും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താരീഖ് തുടക്കം തൊട്ട് അവസാനം വരെ. പുരക്കൊരു 10 മിനിറ്റ് നേരം ഈ കഥ ഒന്ന് വായിക്കണം. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ സാധനം വെക്കാൻ ടൈം കിട്ടണ്ടേ? തിന്നുമ്പോൾ കൈമൽ മൊബൈലുണ്ട്. എന്റെ അടക്കാട്ടോ, നിങ്ങളെ കുറ്റം പറയുന്നതല്ല. തിന്ന് കയ്യിൽ നടക്കുമ്പോൾ കൈ മൊബൈലുണ്ട്, കിടക്കുമ്പോഴും കൈ മൊബൈലുണ്ട്. ഒരു 10 മിനിറ്റ് ഭാര്യയും മക്കളെയും വിളിച്ചിരുത്തണം മേശമേ. എന്നിട്ട് ആ കിതാബ് തുറന്നു നോക്കണം. മലയാളത്തിലുള്ള മതി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താരീഖ് വായിക്കണം. ആരാണ് മുഹമ്മദ്? കാരണം എന്താ അറിയോ? കലിമന്റെ 2ാം ഭാഗം എന്താ? വഅശ്ഹദു അന്ന മുഹമ്മദൻ, ഞാനിതാ മനസ്സിൽ ഉറപ്പിച്ച് നിന്നോട് ജീവിച്ച് തെളിയിക്കാമെന്ന് സാക്ഷ്യം വഹിക്കുന്നു, കരാറ് തരുന്നു. എന്ത്? അന്ന മുഹമ്മദൻ, തീർച്ചയായും മുഹമ്മദ്. ഏത് മുഹമ്മദ്? അവളുടെ മൊമ്മീച്ച ഏത് മുഹമ്മദ്? ആ മുഹമ്മദ് ആര് എന്നുള്ള മഅരിഫത്ത് ഇത് പറയുന്ന അടിമക്ക് ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറഞ്ഞു, നുബൂവത്തിന് മുമ്പുള്ളതും വേണം, നുബൂവത്തിന് ശേഷമുള്ളതും വേണം. ഇലൽ വഫാത്ത് 63ാമത്തെ വയസ്സ്. 40 വയസ്സ് തൊട്ട് 63 വരെയുള്ള 23 കൊല്ലത്തിൻ്റെതും മസ്റ്റ് അറിഞ്ഞേ പറ്റുള്ളൂ. അതിന് മുമ്പുള്ളതും. കാരണം അതിനു മുമ്പും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സെലക്റ്റഡ് ആണ്. അവരുടെ ജീവിതവും അങ്ങനെയാണ്, സുരക്ഷിതമായ ജീവിതമാണ്. റസൂലുള്ളാഹി അല്ലാഹു തീരുമാനിച്ചിരിക്കുന്ന ആളല്ലേ. ഇത് രണ്ടും അറിയണം. അതുകൊണ്ടല്ലേ ഇതിൻ്റെ ഇടക്ക് ഡെൻമാർക്കിൽ നിന്നല്ലേ ഒരാള് ഫിലിം ഉണ്ടാക്കിയത്? റസൂലുള്ളാഹി തങ്ങളെ മോശമാക്കിയിട്ട് ഫിലിം ഉണ്ടാക്കി. എന്റെ പേരെന്താ? ഫിത്ന. ഡച്ചുകാരൻ അല്ല, ഒരു ഫിലിം ഉണ്ടാക്കിയതാണ്, ഒരു സംവിധായകൻ. അയാൾ ഇന്ന് മുസ്ലിമാണ്, ഇസ്ലാം സ്വീകരിച്ചു. ആ ഫിലിം ഉണ്ടാക്കി അയാൾ ആക്ഷേപിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ ആക്ഷേപിച്ചു. അയാളുടെ ഒരു ചങ്ങാതി പറഞ്ഞു അയാളോട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന ആ പ്രവാചകന്റെ നെഗറ്റീവ് എഴുതിയ പുസ്തകങ്ങളല്ലേ നിങ്ങൾ വായിച്ചിട്ടുള്ളൂ? പക്ഷെ അതാരാണ് എന്ന് മുസ്ലിമീങ്ങൾ എഴുതിയ പുസ്തകം തന്നെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അത് വായിച്ചിട്ടില്ല. നിങ്ങളൊന്ന് വായിച്ചു നോക്കി. അദ്ദേഹം പിന്നീട് പറഞ്ഞു, ഞാൻ ഒന്ന് വായിച്ചു, 2ാമത്തെ വായിച്ചു, 3ാമത്തെ വായിച്ചു, പിന്നെയും വായിച്ചു. പിന്നെ എത്തുന്നത് കഅബാലയത്തിന്റെ മുന്നിലാണ്. മാരിഫത്ത് കിട്ടി. ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിഞ്ഞു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആദ്യമായിട്ട് ഉംറക്ക് പോയ സമയത്ത് നിങ്ങൾക്കുണ്ടായ വികാരം എന്താണ്? അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? മക്കത്ത് എനിക്ക് വലിയ വികാരമൊന്നും ഉണ്ടായിട്ടില്ല. മദീനത്തെത്തി, ആ പള്ളിയിൽ കയറി, ഞാൻ ആരെയാണോ ആക്ഷേപിച്ചത് ആ വ്യക്തി കിടക്കുന്ന ഖബറിന്റെ അടുത്തെത്തിയപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. ഞാൻ എൻ്റെ അത്രയും ദിവസത്തിൽ എൻ്റെ ഈ ജീവിതത്തിൽ കരഞ്ഞിട്ടില്ല, അത്രയും കരഞ്ഞു. ഇദ്ദേഹത്തെയാണല്ലോ ഞാൻ ഇങ്ങനെ ആക്ഷേപിച്ചത് എന്ന കുറ്റബോധം കൊണ്ട്. അത് വന്നത് എപ്പോഴാ അറിയോ? ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയേണ്ട പോലെ അറിഞ്ഞപ്പോൾ. അറിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ബിദ്അത്തിന്റെ ഒരു കണിക മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാവില്ല. കാരണം അവർക്ക് ഉണ്ടാക്കാൻ കഴിയൂല. എന്റെ പ്രവാചകൻ ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കിങ്ങനെ ഉണ്ടാക്കി തന്ന ഈ ദീൻ, അതിന്റെ അപ്പുറത്ത് ഞാൻ എന്തുണ്ടാക്കാനാണ്?
തമ്മയെ ഞാൻ എങ്ങനെ ഒഴിവാക്കാനാണ്? ഈ ചിന്ത മുസൽമാനെ പിടികൂടും അറിഞ്ഞാൽ. അവിടെ ശൈഖുൽ ഇസ്ലാം പറഞ്ഞു മഅരിഫത്തുൽ അബ്ദി നബിയ്യ, അടിമ അവന്റെ നബിയെ കുറിച്ച് അറിയണം. ഉണ്ട് പ്രിയപ്പെട്ടവരെ, വീട്ടില് നിർബന്ധമായി, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, 10 മിനിറ്റ് വായിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഭക്ഷണവുമില്ല, നിങ്ങളോട് ഞാൻ മുണ്ടലുമില്ല. ഉപ്പ മുണ്ടില്ല എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ട ടെൻഷനാവും. ഉപ്പാനെ പേടിയാണെങ്കിലും അർ-റഹീഖുൽ മഖ്തൂം മനോഹരമായ കിതാബ്. ദുബൈ ഗവൺമെന്റിന്റെ സൗദിയിലുള്ള അറബികൾ വരെ എഴുതി കൊടുത്തിട്ടും അതിൽ നിന്നും സെലക്റ്റഡ് ആയ കിതാബാണിത്, അർ-റഹീഖുൽ മഖ്തൂം. ഇന്ത്യക്കാരൻ ഒരു 10 മിനിറ്റ് വായിച്ച് കേൾപ്പിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താരീഖിന് ഒരു പ്രത്യേകതയുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ കഴിഞ്ഞ കാല പ്രവാചകന്മാരുടെ സംഭവങ്ങളൊക്കെ പറഞ്ഞ ആ കഥ വെച്ചിട്ട് നിങ്ങളുടെ ഖൽബിനെ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹുവിന്റെ റസൂലിനെ അറിയുന്തോറും. ഇപ്പം CR7 ആരാ? വയസ്സുള്ളവർക്ക് വരെ മൂപ്പരറിയാം. ക്രിസ്ത്യാനോ എന്തൊരു ആരാധകരാണ്. ചെറിയ പുള്ളർ വരെ നമ്മളിങ്ങനെ രസമാണത്. പ്രത്യേകിച്ച് അറബി നാട്ടിലെ എയർപോർട്ടിലൊക്കെ ഇരിക്കുമ്പോൾ അറബി പുള്ളർ ഇങ്ങനെ ഓടി വന്നിട്ട് ഇവന്റെ ഒരു നൃത്തം ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വെറുതെ എയർപോർട്ടിൽ നിന്ന് പുള്ളർ അത്ര ആരാധനയാണ് അയാളോട്. അയാളെ പറ്റി എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ മതി, പുള്ളർ പട്ടപട പറഞ്ഞ്. എന്തുകൊണ്ടായിരിക്കാം? ഒരാകാംക്ഷ, സ്നേഹം, മഹബത്ത്. അയാളെ പോലത്തെ നടത്തം, അയാളെ പോലത്തെ ബൂട്ട്, അയാളെ പോലത്തെ ഹെയർ സ്റ്റൈല്, ഇങ്ങനെ. ഇപ്പൊ പ്രത്യേകിച്ച് സൗദിന്റെ ടീമിലും കൂടി ആയപ്പോ കുറച്ചും കൂടി. കാരണം എന്തായി? ഇസ്ലാമിന്റെ പ്ലെയറായി, ഇസ്ലാമിന്റെ പ്ലെയറായി. CR7. ഈ ഒരു ആവേശം ഉണ്ടല്ലോ, അത് മുഹമ്മദുർ റസൂലുള്ളാഹിയിൽ വരണം. അത്തരത്തിൽ നമ്മൾ വീട്ടിന്റെ മാഹൗല് മാറ്റണം. എന്ത് രസമായിരിക്കുന്നത്! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. റഹീഖുൽ മഖ്തൂസ് ഇവിടെ ഉള്ളത് മലയാളത്തിലുള്ളത് ആരാ ചെയ്തെന്ന് അറിയില്ല. IPH അടുത്ത് കിട്ടും തോന്നുന്നു. IPH അടുത്ത് കിട്ടും. അതെ, IPH അടുത്തുണ്ടാവും. ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അറബി ഇംഗ്ലീഷൊക്കെ ഇടുന്നുണ്ട്. ഗൂഗിളിൽ നിന്നാ കിട്ടും. നെറ്റില് PDF കിട്ടും. അറബിയും കിട്ടും, ഇംഗ്ലീഷും കിട്ടും. മലയാളം ഉണ്ടോന്ന് അറിയില്ല. ഉണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ ഗ്രൂപ്പിലിടാം, നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്താ പറഞ്ഞു? മദീനത്ത് മുഹാജിരീങ്ങൾ വന്ന സന്ദർഭം, അബൂജഹല് ആണല്ലോ ബദർ യുദ്ധത്തിന്റെ നേതാവ് ഖുറൈശികളുടെ. അബൂജഹലിനെ കൊന്നതാരാ? 2 കുട്ടികളല്ലേ? ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞാന് ബദർ യുദ്ധക്കളത്തിൽ നിൽക്കാണ്. അപ്പൊ എന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നോക്കുമ്പോ മുആദും മുഅവ്വിദും 2 ചെറുപ്പക്കാര്. ഞാൻ മനസ്സിൽ പറഞ്ഞു, കുറച്ച് നല്ല യോദ്ധാക്കളാണെങ്കിൽ, യുദ്ധക്കളല്ലേ, എനിക്ക് കുറച്ചൊരു സമാധാനിക്കാം. എന്തായാലും എന്തെങ്കിലും ശത്രുക്കൾ ഒരുമിച്ച് വരുമ്പോൾ തടയാൻ ആളുണ്ടാവുമല്ലോ. ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടേ ഉള്ളൂ. വലതുഭാഗത്തുള്ള ചെക്കൻ എന്നെ തോണ്ടിട്ട് ചോദിച്ചു, യാ അമ്മി അതഅരിഫു അബാ ജഹൽ, നിങ്ങൾക്ക് അബൂജഹലിനെ അറിയോ? ഞാൻ ചോദിച്ചു, നീ എന്താക്കാൻ അബൂജഹലിനെ? അബൂജഹലിന്റെ നീളം വലുപ്പത്തെന്നറിയോ? താരീഖിന്റെ ഒഴിവാക്കാൻ എഴുതി, അയാളെ കുതിരപ്പുറത്തിരുന്നാൽ കാല് തറയിൽ മുട്ടാനാവും. അത്ര വലിയ ആചാരബാഹുവാണ് അബൂജഹൽ, അത്ര വലിയ ഭീകരരൂപി. ഞാൻ ചോദിച്ചു, മോനെ നീ എന്താക്കാൻ? അപ്പൊ കുഞ്ഞ് പറഞ്ഞെന്താ അറിയോ? വല്ലാഹി ഇന്നി ലഅഅലം അന്നഹു യസുബ്ബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട് അയാൾ അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത പറയാറുണ്ട്. ഇത് അൻസാരിയാണ്, ഈ ചക്കൻ അൻസാരിയാണ്, മദീനക്കാരൻ. ഞാൻ പിന്നെ എങ്ങനെ അറിഞ്ഞു? മുഹാജിരീങ്ങളിൽ നിന്ന് കഥ കേട്ട് പഠിക്കലാ മദീനത്തെ കുട്ടികളെ ജോലി. മക്കത്ത് നിന്ന് വന്ന ആൾക്കാരോട് ഇസ്ലാമിന്റെ തുടക്കത്തിൽ അവരുടെ യാതനകള് മക്കത്ത് മുഹാജിരീങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാൻ ഈ കുട്ടികൾക്ക്. അദ്ദേഹം പറയാം, എനിക്ക് കുറച്ച് സമാധാനമായി. ഞാൻ പറഞ്ഞു, മക്കളെ ഞാൻ കാണിച്ചല്ല. ഇത് പറഞ്ഞതും ഇടത്തുനിന്ന് മറ്റൊന്നും തോണ്ടി, യാ അമ്മി അതഅരിഫു അബാ ജഹൽ, നിനക്ക് അബൂജഹലിനെ അറിയോ? ഞാൻ ചോദിച്ചു, നീ എന്താക്കാനാ? അവൻ പറഞ്ഞ അതേ മറുപടി, ഇന്നി ലഅഅലമു അന്നഹു യസുബ്ബു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത പറയാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നവനെ കണ്ടാൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിലോ. ചെങ്ക പറയുന്നത് ആരെ പറ്റിയാ? നമ്മളിപ്പം പിന്നെ ബുഷ് പോയില്ലേ, ഇപ്പൊ ആരാ?
ട്രംപിനൊന്ന് കിട്ടട്ടെ, കാണിച്ചു കൊടുക്കാന്ന് നമ്മൾ പറയും പോലെ അബൂജഹലിനൊന്ന് കാണട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. അദ്ദേഹം പറഞ്ഞു എനിക്ക് സമ്മതം. ഇത് പറഞ്ഞു കഴിയുന്നതും അബൂജഹലിന്റെ ഒട്ടകം ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു മക്കളെ ഇതാ രണ്ടാളും ചോദിച്ചാണിതാ കുറുക്കന്റെ ചാട്ടത്തിനാണ് വസബ എന്ന് പറയാ. ഈ രണ്ടു മക്കളും വാളും പിടിച്ചൊരു ചാട്ടം ചാടി വെട്ട് കൊണ്ടത് ഈ ചങ്ങാതിരെ കാലിനാണ്. കാരണം മോളിരിക്കല്ലേ, കാല് വലുതാണ്, കാലിന വെട്ടു, ഒരു കാലറ്റു, ചങ്ങായി താഴെ വീണു. പിള്ളേർക്ക് സന്തോഷായി. പിള്ളേരോട് റസൂലുള്ളാഹിന്റെ തമ്പിലേക്ക് യാ റസൂലല്ലാഹ് ഖതൽതു അബൂജഹൽ, ഞാൻ അബൂജഹലിനെ കൊന്നു. അപ്പൊ മറ്റാണ് ഞാൻ അബൂജഹലിനെ കൊന്നു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു അമസഹ്തുമാ സൈഫൈകുമാ, നിങ്ങൾ തൊന്നിട്ട് കാല് കഴുകി അല്ല വാള് കഴുകിയോ, തുടച്ചു കളഞ്ഞോ? ഇല്ല. നോക്കുമ്പോ രണ്ട് വാളിനും ചേറയുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു ഖിലാകുമാ ഖതൽതുമാ, നിങ്ങൾ രണ്ടാളും തന്നെ അബൂജഹലിനെ കൊന്നത്. പിള്ളേരെ ഒന്ന് പ്രശംസിച്ചു. എന്നിട്ട് പറഞ്ഞു പോയി നോക്ക്, അള്ളാഹുവിന്റെ ശത്രു മരിച്ചിട്ടുണ്ടാവൂല. കാരണം പിള്ളേരല്ലേ വെട്ടിയത്. ആ പോയതാരാന്നറിയോ? ആരായിരിക്കും ചാൻസ് നോക്കാൻ പോയത്? അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. മക്കത്ത് നിന്ന് അബൂജഹൽ പറയും ആട്ടിടെ എന്റെ മോനെ മാറി നിൽക്ക്, നിനക്ക് എന്റെ മുമ്പിൽ വരാൻ മാത്രം കുടുംബമുണ്ടോ? ഇബ്നു മസ്ഊദിനോട്. അദ്ദേഹം പോയി നോക്കാൻ നെഞ്ചത്ത് കയറി നിന്നു അബൂജഹലിന്റെ. അപ്പൊ അബൂജഹൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആർക്കാ ഇന്നത്തെ വിജയം? അദ്ദേഹം പറഞ്ഞു ഇന്ന് അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലിനുമാണ് വിജയം. അപ്പൊ ചങ്ങായി ചോദിച്ചു നീ അല്ലാതെ വേറെ ആരുമില്ലേ എന്നെ കൊല്ലാൻ? മരിക്കാൻ കിടക്കുമ്പോൾ കിബിറ് പോകുന്നില്ല. ഒരു ഖുറൈശിയായിട്ടുള്ള ആരുമില്ലേ എന്നെ കൊല്ലാൻ? കാരണം അയാൾക്കറിയാം താരീഖിൽ ഇത് എഴുതപ്പെടും, അബൂജഹൽ എന്ന ശത്രുവിനെ കൊന്നത് അന്നയാൾ കഴിയാക്കിയ ഇബ്നു മസ്ഊദാണ്. ഒറ്റ വെട്ടിന് കഴുത്ത് വരാക്കിയിട്ട് കുത്തിയിട്ട് കൊണ്ടുവന്ന റസൂലുള്ളാഹിന്റെ മുമ്പിൽ തങ്ങൾ പറഞ്ഞു എല്ലാ ഉമ്മത്തിനും ഓരോ ഫിർഔന്മാരുണ്ട്, വഹാദാ ഫിർഔനു ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ ഫിർഔനാണ് ഈ ചങ്ങായി അബൂജഹൽ. പറഞ്ഞു വന്നത് ഈ രണ്ട് മക്കൾക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത്ര ഒരു പിരിശം വരാനുള്ള കാരണം വീട്ടിൽ നിന്ന് കേട്ട് പഠിച്ചിട്ടാണ്, കഥ കേട്ടിട്ട്. നമ്മളിത് പറഞ്ഞു കൊടുക്കുന്നില്ല. നമ്മളും മക്കൾക്ക് ഈ കഥ പറഞ്ഞു കൊടുത്താൽ മതി. സഹാബാക്കളുടെ കഥ, റസൂലുള്ളാഹി തങ്ങളുടെ കഥ. അതുകൊണ്ട് തന്നെ ശൈഖുൽ ഇസ്ലാം പറഞ്ഞു മഅരിഫത്തുൽ അബ്ദി നബിയഹു, അല്ലാഹുവിന്റെ റസൂൽ നബിയെ പറ്റിയുള്ള അറിവ് ഉണ്ടാകൽ. അതാണ് ഇൽമിന്റെ രണ്ടാം ഭാഗം. 3 മഅരിഫത്തുൽ അബ്ദി ദീനഹു അൽ ഇസ്ലാം, അടിമ അവന്റെ ദീനായ ഇസ്ലാമിനെ പറ്റി അറിയലാണ്. ബിൽ അദില്ല, എന്നർത്ഥം തെളിവുകളോടുകൂടെ. തെളിവുകളോടുകൂടെ എന്ന് പറഞ്ഞാൽ കേട്ടുകേൾവിയൊന്നും പോരാ, ആരെങ്കിലും പറഞ്ഞൊന്നും പോരാ. ദലീലിന്റെ അടിസ്ഥാനത്തിൽ ദീൻ എന്താണ് എന്ന് അറിയാം. അവിടെ അല്ലാഹു പറഞ്ഞു ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ തെളിവിതാ. അതെ, ദീനിൽ ഒരു കാര്യവും എന്തില്ല, തെളിവില്ലാതെയില്ല. തെളിവിതാ ബിൽ അതില്ല, തെളിവോടുകൂടി ദീനുൽ ഇസ്ലാമിന്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇൽമ്. ഇതിനാണ് നമ്മൾ സമയം ചെലവഴിക്കേണ്ടത്, ഇതിനാണ് പൈസ ചെലവാക്കേണ്ടത്, ഇതിനാണ് ഊർജം ചെലവാക്കേണ്ടത്. എന്നാൽ ഇന്ന് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറവ് ഇതെല്ലാം ചെലവാക്കപ്പെടുന്നത് ഈ അറിയേണ്ടതിനെ അറിയാനാണെന്ന് പറഞ്ഞാൽ അത് തെറ്റുവാകില്ല. ഉറപ്പല്ലേ? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഒന്നാമത്തെ ഷർത്ത് അൽ ഇൽമു അൽ മുനാഫി ലിൽ ജഹൽ, ജഹലിനെ ഇല്ലാതെയാക്കുന്ന, എന്തെല്ലോ അറിഞ്ഞു കണ്ടും കേട്ടും അറിഞ്ഞു വെക്കുന്നതിനെ ഇല്ലാതെയാക്കുന്ന യഥാർത്ഥ സ്രോതസ്സിൽ നിന്നും ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ കുറിച്ചുള്ള ഇൽമ് അവനുണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ ഷർത്ത്. കാരണം തെളിവ് അല്ലാഹു പറഞ്ഞു ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅലം, നീ അറിയണം. ബുഖാരി റഹിമഹുല്ലാഹു തആല സഹീഹുൽ ബുഖാരിയിൽ ഒരു ബാബ് തന്നെ എഴുതി അൽ ഇൽമു ഖബ്ല അൽ അമൽ, ഇൽമ് അമലിന് മുമ്പ് വേണം. ചെയ്യുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് മുമ്പ് അതെന്താണ് എന്ന് ബോധ്യമുണ്ടാവണം. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ അല്ലാഹു പറഞ്ഞു ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂറത്ത് ആലി ഇംറാൻ, ഞാൻ ആയത്ത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അതിന്റെ തഫ്സീർ ഒന്ന് നോക്കി വായിച്ചാൽ കുറച്ചും കൂടി ഒരു ഇൽമ കിട്ടും എന്നുള്ളതിനെ കൊണ്ട്. ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഹാഫിളുണ്ടാ?
സെൽഫികൾ ഹാഫികളൊക്കെ ആവേണ്ട സമയമായി. ഈ പള്ളി വെച്ചത് മുതൽ ഒരു ദിവസം 2 ആയത്ത് വെച്ച് പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കൂട്ടത്തിൽ എത്ര ഹാഫികൾ ഉണ്ടാവും? 2 ആയത്ത് വെച്ച് പഠിച്ചിരുന്നെങ്കിൽ. അങ്ങനെ ആയവരുണ്ട് കേട്ടോ. കർണാടകത്തിലൊക്കെ അങ്ങനെ. നമ്മൾ ഉനേസ് പാപ്പലേശ്ശേരിയില്ലേ, ഉനേസ് പാപ്പലേശ്ശേരിയുടെ ഉപ്പാൻ്റെ അനുജൻ ഹാഫിളാണ്. ബക്കാലിയിലാണ് ജോലി, സൗദിയിൽ. ബക്കാലിയിൽ ഇരുന്നിട്ട് ഹാഫിളായതാണ് 30. എത്രത്തോളം ആയെന്നറിയോ? അവസാനം സൗദിയിൽ തന്നെ പള്ളിയിലെ ഇമാമുമായി. ഇപ്പൊ പാപ്പശ്ശേരി നമ്മളെ സെൽഫി പള്ളിയിൽ ഇമാമാണ് നാട്ടിൽ വന്നിട്ട്. ആവാൻ പറ്റും. എന്താ പറയല്ല, മുട്ടവിൻ അത് ഉറപ്പാണ്. ഇത് സൂറത്തു അസ്സുഖ്റുഫ്, അലിമ്രാൻ കേട്ടോ, സൂറത്തു സുഖ്റുഫ് 86-ാമത്തെ ആയത്ത്. വലാ യംലികു അല്ലദീന യദ്ഊന മിൻ ദൂനിഹി ശഫാഅത ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ. വലാ യംലികൂന അശ്ശഫാഅ, അതായത് ചില ആളുകൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? അവർ നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്തോളും. മക്കാ മുശ്രിക്കീങ്ങൾ മലായിക്കത്തിനെയും ജിന്നുകളെയും യഹൂദികൾ ഉസൈറിനെയും നസാറാക്കൾ ഈസാ നബിനെയും, പിന്നെ ഇന്നുള്ളവരോ സിഎമ്മിനെ മജ്നൂനിനെ, അവരൊക്കെ വിളിച്ച് പിന്നെയും കുറച്ച് പറയാനുള്ള ആൾക്കാരെയാണ്. ഇപ്പം വിളിക്കുന്നതോ ഇതൊന്നുമില്ലാത്ത ടീംസിനെ വിളിക്കുന്നത്. അവർക്ക് ഷഫാഅത്ത് അവർ ഉടമസ്ഥപ്പെടുത്തുന്നില്ല. ഷഫാഅത്ത് അവർ ഉടമസ്ഥപ്പെടുത്തുന്നില്ല. ഇനി ആരെങ്കിലും ആർക്കെങ്കിലും ഷഫാഅത്ത് നൽകിയാൽ തന്നെ ആഖിറത്തിൽ അത് ആർക്കേ കിട്ടൂ? ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ്, ഹഖിന് ഷഹാദത്ത് പറഞ്ഞവർ ഒഴികെ. ഏതാണ് അവരുടെ ഹഖ് കൊണ്ടുള്ള ഉദ്ദേശമായി? ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തു തൗഹീദ്. കലിമത്തു തൗഹീദിനുള്ള ഷഹാദത്ത് പറഞ്ഞവർ ഒഴികെ. എങ്ങനെ പറഞ്ഞവർ? വഹും യഅലമൂൻ, ഇൽമോടുകൂടി. അപ്പൊ ഷർത്ത് വെക്കാനുള്ള കാരണം ഖുർആൻ ആയത്താണ് ഈ തെളിവ്. വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 1 കോടി പ്രാവശ്യം പറഞ്ഞിട്ടും കാര്യമില്ല, തൗഹീദിന്റെ പ്രഭാഷണം സംഘടിപ്പിച്ചിട്ടും കാര്യമില്ല, തൗഹീദ് പ്രഭാഷണം നടത്തിയിട്ടും കാര്യമില്ല. ഏതുവരെ? വഹും യഅലമൂൻ, അവർക്ക് അതിനെപ്പറ്റി ഇൽമ് ഉണ്ടാകുന്നത് വരെ. മാത്രമല്ല ഇമാം ഖുർതുബി റഹ്മഹുല്ലാഹു തആല ഈ ആയത്തിന്റെ തഫ്സീരിൽ പറഞ്ഞു, അന്ന ശഫാഅത ബിൽ ഹഖ് ഗൈറു നാഫിഅത്തിൻ ഇല്ലാ മഅൽ ഇൽമി, ഇൽമോട് കൂടിയല്ലാതെ സത്യം കൊണ്ടുള്ള ഷഫാഅ ഒരിക്കലും ഉപകാരപ്രദമല്ല. വഅന്ന തഖയ്യുദ ലാ യുഗ്നി മാ അദ്മൽ ഇൽമി ബിസിഹത്തിൽ മഖാല, പറഞ്ഞ വാക്കിനെ പറ്റി ആ വാക്ക് എന്താണ് എന്നറിയുന്നത് വരെ ആ വാക്ക് ഒരിക്കലും ഉപകാരപ്രദമാവില്ല. എന്താണ് സംഗതി? ഇതറിയാതെ എത്ര പറഞ്ഞാലും അത് സഹീഹാവൂല, അത് തജ്വീദ് അനുസരിച്ച് പറഞ്ഞാലും. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അഹ്കാമു തജ്വീദ് ഒക്കെ ക്ലിയർ ആക്കി പറഞ്ഞു. പക്ഷേ അതിന്റെ ഉള്ളിലുള്ള എന്താണ്, മഅന എന്താണ്, ഇതിന്റെ മുഖത്തുള്ള എന്താണ്, ഇൽമില്ലെങ്കിൽ അത് ഉപകാരപ്പെടുകയില്ല. അള്ളാഹു പറഞ്ഞു. ഇമാം സഅദി, ഇമാം സഅദി ശൈഖ് ഇബ്നു തൈമിയ്യയുടെ ഉസ്താദാണ്, ഇബ്നു ബാസിന്റെ ഉസ്താദാണ്. അദ്ദേഹം പറഞ്ഞു, ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് ഷഹാദത്ത് കൊടുത്തവൻ ഒഴികെ എന്ന് പറഞ്ഞാൽ ഐ നതഖ ബിലിസാനി, നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, മുഖിറൻ ബിഖൽബിഹി, ഖൽബ് കൊണ്ട് അത് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, ആലിമൻ അറിവോടുകൂടി, ബിമാ ഷഹിദ ബി എന്തിനാണോ ഷഹാദത്ത് കൊടുത്തത് അതെന്താണെന്ന് അറിഞ്ഞുകൊണ്ട്. അറിയാതെയാണെങ്കിൽ അതിനെ കൊണ്ട് ഉപകാരമില്ല. മരിക്കുന്ന സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാതെയാണ് പറയുന്നതെങ്കിൽ ഉപകാരപ്പെടൂല, പറയാൻ കഴിയില്ല. അതുപോലെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഹുവ യഅലമു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും മരിച്ചാൽ എങ്ങനെ? വഹുവ വഹാലി, ഏതവസ്ഥയിൽ? അവൻ യഅലം, അവൻ അറിയാം, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് പറയാനല്ലേ. പറയാൻ യേശുദാസ് പറയുന്നില്ലേ ക്ലിയർ ആയിട്ട്? യേശുദാസിന്റെ പാട്ടിലൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. അതൊക്കെ നേരത്തെ പറഞ്ഞ മാരിഫത്തുൽ അബ്ദി റബ്ബിൽ പെട്ടു. ശരിയാണ്, റബ്ബിന്റെ ഇസ്മുകള് സിഫാത്തുകള് പഠിച്ചത് മനസ്സിലാവും. പഠിക്കണ്ടേ? പിന്നെ എന്താ പറഞ്ഞ, അറിഞ്ഞുകൊണ്ട് ഒരുത്തൻ മരിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. മരിക്കുമ്പം പറഞ്ഞിട്ടില്ലെങ്കിലും ശരി. നമ്മൾ മനസ്സിലായോ?
ഇപ്പൊ ആക്സിഡന്റിലാണ് മരിച്ചു പോയെന്ന് വെച്ചോ, അള്ളാഹു നമ്മളെല്ലാം കാക്കട്ടെ. ഒറ്റടി ഖലാസ്, സെക്കൻഡിൽ സ്പോട്ടിൽ മരിക്കുന്നില്ലേ, പറയാൻ ഉണ്ടാവില്ല. പക്ഷെ അലം, ഓനതറിയാം, ഓൻ ജീവിച്ച അങ്ങനെ ആയിരിക്കും. ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നല്ല വാക്കിനർത്ഥം. നിങ്ങളുടെ കൂട്ടത്തിൽ അറബി മനുഷ്യന്മാരുണ്ടോ? കോഴിക്കോട് ഉണ്ടാണ്ടാണ് ഇഷ്ടം പോലെ. ദഖല ഫിഅ്ലു മാദി, എന്താ അർത്ഥം? പ്രവേശിച്ചു. എന്താ അങ്ങനെ പറയാൻ കാരണം? പ്രവേശിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. പ്രവേശിക്കുമെന്ന യഖീനാണ്. അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലു, അല്ലാഹ് പറഞ്ഞ പോലെ അതാ അംറുല്ലാഹ്, അള്ളാന്റെ തീരുമാനം വന്നിരിക്കുന്നു, വന്നിട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ എന്താ വന്നു എന്ന് പറഞ്ഞത്? വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതേപോലെയാണ് ഈ മാദിയുടെ പ്രയോഗം, ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. പക്ഷെ വഹുവ യഅലം, അറിയണം അതെന്താണെന്ന്. ശരി, എങ്കിൽ ആദ്യം അറിയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ മഅന എന്താണ് എന്നുള്ളതാണ്. അല്ലാഹു അല്ലാതെ ആരാധനഗ്രഹൻ മറ്റാരുമില്ലെന്നും അതല്ല. അത് നമ്മൾ പണ്ട് മദ്രസയിൽ കാണാണ്ട് പഠിക്കാൻ വേണ്ടി പഠിച്ചതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. അത് അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കണം പിള്ളേരൊക്കെ. മോനെ എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം? ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അങ്ങനെ പറയാവൂ. ലാ മഅബൂദ എന്താ അർത്ഥം? ആരാധിക്കപ്പെടുന്നവരായി ഇല്ല. ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ഇല്ലേ, കാക്കത്തൊള്ളായിരം ഇല്ലേ. ബിഹഖ്ഖിൻ, യഥാർത്ഥത്തിൽ സത്യത്തിൽ ആരാധിക്കപ്പെടേണ്ടവനായി ഇല്ല. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. രണ്ട് ഭാഗമാണ് കലിമത്തിന്റെ, രണ്ട് ഭാഗം. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ശരിക്കും പറഞ്ഞാല് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന, ദിക്ർ ഹൽക്ക നടത്തുന്ന 70,000-7 കോടിയും ഒക്കെ ദിക്ർ ചൊല്ലുന്നവരാണ് രാത്രി ഇത്തിക്കാഫിരിക്കുന്ന ആൾക്കാർ. സെൽഫികൾ ചിലപ്പോൾ അത്രയും ചൊല്ലുന്നുണ്ടാവില്ല. ശരിയല്ലേ? ആണെന്ന് പറയലപ്പ എല്ലാന്ന് പറയുന്നത്. നിങ്ങൾ ആണ് തന്നെ പറയാ ചോദിക്കുമ്പോ ചെല്ലേണ്ടതല്ലേ നമ്മള്. ജദ്ദിദു ഈമാനക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ് നമ്മള്. അഫ്ദലു ദിക്റല്ലേ, ഏറ്റവും വലിയ ദിക്റല്ലേ അത്. അതായത് പിന്നെ സ്ഥാനത്തല്ലാതെ പലതും ചെയ്യുന്നു ആ ടീം. ഒരു ഉപകാരമില്ല അവർ ഇല്ല. സംഭവമാണ്, സംഭവം അതാ. എരുവാണ് വേണ്ട. ഇതിന്റെ മധുരമാണെങ്കിൽ ഞാൻ ഫുള്ള് നിന്നിട്ട് വേണ്ട.
കുറെ കേട്ടോണ്ട് കഴിച്ചോളൂ ഇൻഷാ അല്ലാഹ്. അപ്പൊ ശരിക്കും ഈ ജാറങ്ങള്, ദർഗകള്, അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ഇടപഴകുന്നവർ യഥാർത്ഥത്തിൽ അതിനവര് അടിമപ്പെട്ടു പോയവരാണ്. അതിന്റെ ഒരു കാരണം ജഹ്ലൻ ബിമഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവരാ പറയുന്ന കലിമത്തു തൗഹീദിന്റെ മഅന എന്ത് എന്ന് അവർക്ക് അറിയാത്തോണ്ടാണ്. അറിയാത്തത് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം, അതിന്റെ മറുഭാഗം അറിയിക്കേണ്ടവർ അറിയിക്കാത്തത് കൊണ്ട്. അതാണ് അതിന്റെ സത്യം. അല്ല, എന്നാൽ ഇവരും കുറ്റക്കാരാവും. എന്തുകൊണ്ട്? അള്ളാഹു ചോദിക്കുന്നത് എന്താ? അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അല്ലാഹ് നന്നാണ്, അത് ഇതിനു വേണ്ടിയാണ് തന്നത്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും. ഈ അല്ലാഹ് പറഞ്ഞു ബുദ്ധിയുണ്ട്, ചിന്തിക്കുന്നില്ല. എന്ത് ചിന്തിക്കുന്നില്ല? ഇത് അല്ലാണ്ട് ദുനിയാവിന്റെ കാര്യം ചിന്തിക്കാത്തവർ ബുദ്ധിയുള്ളവരല്ല. ദുനിയാവിന്റെ കാര്യം ചിന്തിക്കാൻ കഴിയാത്തവർ മന്ദബുദ്ധികളാണ്. അല്ലാഹ് ബുദ്ധിയുള്ളവരെ പറ്റിയാ പറയുന്നത്. അവർ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ചിന്തിക്കുന്നില്ല. കണ്ണുണ്ട്, ഇത് കാണുന്നില്ല. കാതുണ്ട്, ഇത് കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം. അതുകൊണ്ട് അവർ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അല്ലാണ്ട് അവർ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ, അതൊരു ഉദരല്ല അള്ളാന്റെ അടുത്ത്. പിന്നെ അസ്ഹാബുൽ അറാഫ്, അസ്ഹാബുൽ അറാഫ് അല്ലാഹു അലം, ചിലപ്പോ അവിടെ ആയിരിക്കാം. അസ്ഹാബുൽ ജന്നയിലും ഇല്ല, അസ്ഹാബുൽ നാറിലും ഇല്ല. കാരണം സംശയം എന്താ? അല്ലേ? അതായത് ഇപ്പം ഈ കാടുകളിലോ മരുഭൂമികളിലോ ഒക്കെ മനുഷ്യന്മാർ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ ജീവിക്കുന്ന, ഇന്നും ആരും കണ്ടുപിടിക്കാത്ത ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ അവര്? അല്ലാഹു അലം. ഏതായത് എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഇത് പറഞ്ഞില്ലേ, പിന്നെ തിൽക ഉമ്മത്തുൽ ഖദ് ഖലത് ലഹാ മാ കസബത് വലകും മാ കസബതും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അവരെന്ത് ഇവരെന്ത് എന്ന് നിങ്ങളോട് ചോദ്യം ഉണ്ടാവില്ല. നിങ്ങളോട് നിങ്ങളെ പറ്റിയ ചോദ്യം ഉണ്ടാവും. നിങ്ങൾ നിങ്ങളെ നോക്കിക്കോളി. അതാണ് അവിടെ ഒരു വിഷയമുണ്ട്. ഖാലു ബല ഷഹിദിന. അതുകൊണ്ട് പിന്നെ അല്ലാഹു അലം, നമുക്കിതിനെപ്പറ്റി അറിയില്ല. ഉലമാക്കളുടെ നല്ല ചർച്ചകൾ നോക്കുക, അന്വേഷിക്കുക. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടാവും, പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. പറഞ്ഞു വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മഅനയിലുള്ള ജഹൽ, അതാണ് ഇങ്ങനെയാവാനുള്ള കാരണം. അതായത് ശരിക്കുള്ള ഹഖീഖത്തുൽ മഅന നഫ്യു മാ യുഅബദു മിൻ ദൂനില്ലാഹ്. നഫ്യു മാ യുഅബദു മിൻ ദൂനില്ലാഹ്. അല്ലാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന, വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നതിനെ നഫ്യു ചെയ്യൽ ആണ് ശരിക്കുള്ള മഅന. വതൗഹീദുഹു ഹഖ്ഖ തൗഹീദ്. എന്നിട്ട് അല്ലാഹുവിനെ എങ്ങനെയാണോ ഇബാദത്ത് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാൻ. ഇതാണ് ശരിക്കും പറഞ്ഞ മഅന. ഒന്ന് നഫ്യു ചെയ്യലാണ്, ലാ ഇലാഹ ഒഴിവാക്കൽ, നിഷേധിക്കൽ, തള്ളിക്കളയൽ. എന്തിനെ? മാ യുഅബദു മിൻ ദൂനില്ലാഹ്. അല്ലാഹ്ക്ക് പുറമെ എന്തിനെയൊക്കെ, ഏതിനെയൊക്കെ, എങ്ങനെയൊക്കെ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ അതിനെ മുഴുവനും നഫി ചെയ്ത് പിന്നെ തൗഹീദുഹു, അല്ലാഹനെ മാത്രം ഏകനാക്കൽ, ഇല്ലല്ലാഹ്. അതാണ് ശരിക്കും പറഞ്ഞ മഅന. അതറിയുന്നവർ ഒരിക്കലും ഇതിന് പോവില്ല. കാരണം നഫി ചെയ്താൽ പിന്നെ പോയില്ലേ, പിന്നെ അങ്ങോട്ട് പോവില്ല. അപ്പൊ മഅന അറിയാത്തതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. മക്കത്തെ മുശ്രിക്കിന്റെ ഒരു പ്രത്യേകത, അവർക്ക് മഅന അറിയാമായിരുന്നു, എന്നിട്ട് അവർ ധിക്കാരം കാണിച്ചതാണ്. എന്തുകൊണ്ട് മഅന അറിയാതെ പറഞ്ഞോ? ഒന്നാമത് അവർ അറബികളാണ്. രണ്ടാമത് അല്ലാഹു പറഞ്ഞു, സോഫാത്താണ്, സൂറത്തു സോഫാത്ത് 35-36, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ.
അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയപ്പെട്ടാൽ അവർ അഹങ്കാരം കാണിക്കും. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, കിബർ എന്ന് പറഞ്ഞാൽ എന്താ? ബത്തുറുൽ ഹഖ്, സത്യത്തെ മൂടിവെക്കൽ. അതാണ് പ്രശ്നം. അവർക്ക് കൃത്യമായിട്ട് അറിയാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ അർത്ഥമാക്കുന്നത് എന്നവർക്കറിയാം. അത് അറിയാമെന്ന് അല്ലാഹ് പറയാണ് അത്തായത്തില്. എന്നിട്ട് അവരെന്തു പറയും? വയഖൂലൂന അഇന്നാ ലതാരികൂ ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ. ഈ ഭ്രാന്തനായ ഒരു കവി വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ നമ്മളുടെ ഇലാഹകളെ ഒഴിവാക്കുകയോ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഒഴിവാക്കലാണ് എന്നവർക്ക് മനസ്സിലായി. ഇന്നത്തെ കൗമിന് മനസ്സിലായില്ല. ഏത് കൗമിന്? ഇന്നത്തെ മുല്ലക്കോയാക്കും മുത്തുക്കോയാക്കും അത് തിരിഞ്ഞില്ല. മുത്തുക്കോയ ഇപ്പൊ ഇങ്ങനെ കുറെ ബഹുട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മുത്തുക്കോയനെ മനസ്സിലായോ? ജിഫ്രി, ഈ കണ്ട നേതാവ് ഇപ്പൊ എന്തെല്ലോ ബഹുട് പറയുന്നുണ്ട്. അത് ചോട്ടാമോട്ട കുറെ ഉണ്ടല്ലോ മുല്ലക്കോയമാര്. എന്തെല്ലോ പറയുന്നുണ്ട് ഇപ്പൊ മൂപ്പര്. അതായത് അള്ളാഹ് അറിയുന്ന പോലെ ഔലിയാക്കൾ അറിയും. അവർക്ക് അറിയാനുള്ള ചില വഴികളുണ്ട്, അങ്ങനെ അവരറിയും. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ അവിടെ എത്തണം. തരീഖത്തിലൂടെ മാരിഫത്തിലും പിന്നെ ഹഖീഖത്തിലും എത്തിക്കഴിഞ്ഞാല് സൂഫികളുടെ വാദം അയാളാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ പിന്നെ പറയാനുണ്ട. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഖൈർ. അപ്പൊ ഖുറൈശികൾക്ക് ഇതറിയാം. അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ പറയാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.